അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ പ്രധാനപ്പെട്ട അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അൽ ബഖറ സൂറത്തിൽ പറഞ്ഞ ഒരു ആയത്തിന്റെ ചെറിയ ഒരു ഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ വെറുക്കുന്ന, നമ്മൾ സങ്കടപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അതങ്ങനെ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്. ഏതാ? സൂറത്തു അൽ ബഖറയിലെ 216 ആയത്ത്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഷർറായിരിക്കാം. നിങ്ങളെക്കാളും അല്ലാഹുവാണ് അറിയുന്നവൻ, അല്ലേ? ഇത് എത്രയോ പല സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരൊറ്റൊരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാമും യാത്ര പോയ സംഭവം ഞാൻ ചരിത്രം വിശദീകരിക്കുകയല്ല, അതിന്റെ ഒരു ഭാഗം മാത്രം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാമും ഒരു കപ്പലിലൂടെ യാത്ര ചെയ്യാണ്. കപ്പലിലൂടെ യാത്ര ചെയ്തിട്ട് ആ കപ്പല് അടുക്കാനായ സമയത്ത് ആ കപ്പലിനെ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം കപ്പലിനെ കുത്തിപ്പൊളിച്ചിട്ട് ഒരു പലക കഷ്ണം അതിൽ നിന്നും എടുത്തിട്ട് ആ കപ്പലിന് ഒരു ന്യൂനത ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല ഖിളിർ നബിയെ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? ഇത് വളരെ മിസ്കീന്മാരായ ചില ആളുകൾ കൂടിയിട്ടുണ്ടാക്കിയ കപ്പലാണ്. അതിനെയാണോ നിങ്ങൾ തകർത്ത് കളഞ്ഞത്, അല്ലെങ്കിൽ അതിന് ന്യൂനത ഉണ്ടാക്കിയത്? നമ്മളും അങ്ങനെയല്ല വിചാരിക്കുക. എന്നാൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞത്, മൂസാ നബിയെ, ഈ കപ്പല് അത് എത്തേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ക്രൂരനായ ഒരു രാജാവ്, ആ രാജാവ് ഈ കപ്പല് പിടിച്ചെടുക്കും. നല്ല കപ്പലുകൾ നോക്കിയിട്ട് ആ രാജാവ് പിടിച്ചെടുക്കും. അപ്പോൾ ഈ ആളുകൾക്ക് ഈ കപ്പൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പലിനൊരു ന്യൂനത ഉണ്ടാക്കിയത്. അത് നിങ്ങൾ അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയാണ്. അപ്പൊ ഇവിടെ ഈ ന്യൂനത ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമായിരുന്നു, അല്ലെ? എന്നാലോ അതിനേക്കാളും ഒരു ഖൈറാണ് അവിടെ സംഭവിച്ചത്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഷർറാണ് എന്ന് വിചാരിച്ച കാര്യങ്ങൾ അത് നമുക്ക് ഖൈറായിട്ട് അനുഭവപ്പെടാം. നമ്മൾ പടച്ചോനെ അതെനിക്ക് നൽകണേ, അല്ലെങ്കിൽ ഇതെനിക്ക് നൽകണേ, ഇങ്ങനെ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെ ഇരിക്കും. എന്നാലോ അത് നമുക്ക് ഖൈറായിരിക്കും, ലഭിക്കാത്തത് നമുക്ക് ഖൈറായിരിക്കും എന്ന് അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. അപ്പൊ നമ്മളൊരു കാര്യം നമ്മൾക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടല്ലോ എന്ന് നമ്മൾ ഒരു പ്രാവശ്യം എങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വലിയ ഒരു ഖൈറ് അല്ലാഹു തആല വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പടച്ചോൻ നമുക്ക് നൽകാത്തത് അതിന് നമുക്ക് ഖൈറില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ, പടച്ചോനെ ഖൈറായത് നീ എനിക്ക് നൽകണേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. പല ആളുകളും എന്നോട് ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ അവരോട് ദുആ ചെയ്യലും അങ്ങനെ തന്നെയാണ്. ഖൈറായ വഴി പടച്ചോൻ തുറന്നു തരട്ടെ എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമുക്ക് എന്താണോ ഖൈർ അത് അല്ലാഹു തആല നമുക്ക് നടത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.